അതിർത്തി കടന്ന് കെട്ടുകണക്കിനാണ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നെത്തിച്ച 25 കിലോ കഞ്ചാവാണ് ആലുവയിൽ പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. ഒഡീസ സ്വദേശികളായ 4 പേരാണ് ഈ കഞ്ചാവ് അത്രയും കേരളത്തിലെത്തിച്ചത്. വാങ്ങിയതിന്റെ ഇരട്ടി വിലയ്ക്ക് വിറ്റ് വൻ ലാഭമുണ്ടാക്കുകയായിരുന്നു സംഘം ചെയ്തത്. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ചില്ലറ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചത്. ഒഡീഷയിൽ നിന്ന് വലിയ തോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ. സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ കൃഷ്ണ നായിക്, രാജ നായിക്, സഞ്ജീവ് നായിക്, കണ്ടമാൽ സ്വദേശി നന്ദ മാലിക് എന്നിവരെയാണ് പിടികൂടിയത്. എറണാകുളം റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലുവ പോലീസും ചേർന്നാണ് പ്രതികളെ പൊക്കിയത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നതിനിടെയായിരുന്നു പ്രതികളെ കൈയോടെ പൊക്കിയത്. ഷോൾഡർ ബാഗിൽ പ്രത്യേക പാക്കറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കിലോയ്ക്ക് 3000 രൂപ നിരക്കിലാണ് ഒഡീഷയിൽ നിന്ന് ഇവർ കഞ്ചാവ് വാങ്ങിയത്. ഇത് കേരളത്തിലെത്തിക്കുമ്പോൾ 30,000-ലേറെ രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിനു മുൻപും ഈ സംഘം കഞ്ചാവ് കടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഈ വർഷം ഇതുവരെ 500 കിലോഗ്രാമോളം കഞ്ചാവാണ് എറണാകുളം റൂറൽ ജില്ലയിൽ നിന്ന് മാത്രം പോലീസ് പിടികൂടിയിരിക്കുന്നത്. 1 കിലോഗ്രാമിലേറെ MDMAയും പിടികൂടി. ഈ വർഷം ഒക്ടോബർ വരെ 3328 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3521 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആലുവ പെരുമ്പാവൂർ മേഖലയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വൻതോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനിടെ തിരുവാങ്കുളം ചിത്രപ്പുഴയിൽ 87 ഗ്രാം MDMAയുമായി ഒരാളെ എക്സൈസും പിടികൂടി. തിരുവാങ്കുളം സ്വദേശി അക്ഷയ് രാജാണ് അറസ്റ്റിലായത്. ഇയാളുടെ സ്കൂട്ടറും മൊബൈൽ ഫോണുകളും എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.